സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആൻഡ് ഇന്ന് വന്നിട്ടുള്ളത് ദി ഫസ്റ്റ് ട്രെയിനിൻ്റെ എപ്പിസോഡ് 5. ഓക്കെ, പാർട്ട് 5. ഓക്കെ, അപ്പോൾ നമ്മളെന്തെങ്കിലും നേരെ കണ്ടിന്യൂ അടിക്കുകയാണ്. ഒന്നും നമ്മൾ ലേറ്റ് ആകുന്നില്ല. പരിപാടികളൊക്കെ പെട്ടെന്ന് ഷടപടയെന്ന് തീർക്കാനുള്ള പരിപാടികളാണ്. ആൻഡ് എത്രത്തോളം ഇനി എക്സ്പ്ലോർ ചെയ്യാണ്ടെന്നല്ല, ഏകദേശം ഇപ്പോൾ നമ്മൾ നാലോളം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഓക്കെ, ഓരോ എപ്പിസോഡിൽ ഓരോ സ്ഥലങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ചായിരുന്നു നിർത്തിയായിരുന്നത്. താഴത്തെ കണ്ട് പോകാനുള്ള വഴി എന്നുള്ളത് എനിക്ക് ഇപ്പോഴങ്ങ് താഴത്തോട്ട് ചാടേണ്ടി വരും. പോയടേ. Items from my life still dotted the ground as she moved closer to her destination and destiny. അല്ലാത്ത ഡെസ്റ്റിനി ആയി പോയത്, പറ്റത്തെ ഡെസ്റ്റിനി ആയി പോയിട്ടാ. ഇനി ഇതിൽ എന്ത് തേങ്ങ ചെയ്യണ്ടോ? ഇത് ഇരുട്ട് കൂടി. ഇത് കിട്ടുന്ന കുറച്ച് കഷ്ടപ്പാടാണ്. 26 കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ വേണം പറ്റുമെങ്കിൽ. ഓക്കെ, നമുക്ക് കുറച്ച് ബുദ്ധിപരമായി കളിച്ചു. ബുദ്ധി വേണ്ട കളിക്കണമെങ്കിൽ. ഓക്കെ, ട്രെയിൻ ഡ്രോപ്പ് ഒന്ന് കാരണം കൊണ്ടല്ല, ഇവിടെ ഒന്നും കൂടി എക്സ്ട്രാ പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മേലോട്ട് പോയേക്കാം. ഓക്കെ, നമ്മൾ പഴയ മെമ്മറി തിരിച്ച് കൊണ്ടുവരാണ്ട് റെയിലോട്ട് പോകാം. At the end of high school, I felt something I hadn't felt in a long time. Drive. I looked into the best architecture schools on the West Coast and got a dose of reality when looking at other students' portfolios and the high cost of tuition. I still wanted to be something, to be the next Alvaro Siza, and to make those thousands of sketches worth something in my grand history. But now even an internship sounds impossible. Siza helped me understand how essential emotion is in architecture. And he also said light is the real composer of space. I like to think these glints of light, like not finding a job or even a strange dream about a fox, are something I should be thankful for, even if the illuminated space is something I'm less than comfortable with. ഇവിടെ വഴിയുണ്ട്. ഞാനൊക്കെ പോകുന്നുണ്ട്. തന്നെയാണ് വഴി. അല്ല, വഴിയുണ്ട്. കഷ്ടപ്പെടണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിനെ മേലോട്ട്. അവിടെ കണ്ട വള്ളച്ചാട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകണം തോന്നുന്നുണ്ട്. അവിടെയാണ് പരിപാടികൾ കൊടുക്കുന്നത്. ഇവിടെ നിന്നല്ല. നമ്മളെന്തെങ്കിലും മേലക്കൊന്ന് കയറി വെക്കാം. നമ്മളത് സ്ഥലം മിസ് ചെയ്തു. സോ നമുക്കെന്തെങ്കിലും താഴത്തോട്ട് വളരെ വെളിച്ചം കാണുന്നുണ്ട്. നമുക്ക് പോകണ്ട അങ്ങോട്ടാ തോന്നുന്നുണ്ട്. ഒരു ആംബുലൻസ് അല്ല കിടക്കുന്നത്. 52222 കോള ഇതൊക്കെയുണ്ട്. അഞ്ചൊന്നാടാ ഇല്ലടാ, പൈസാണ് ഒന്നും ചെയ്യാനില്ല. ഇതേ നമ്മളെങ്ങനെ എൻ്റെ മേലോട്ട് പോകും? അതിനുള്ള കുടുങ്ങല്. പിന്നെ മേലോട്ടാണ് പോകേണ്ടത്. വെയിറ്റൊക്കെ അവിടെ എന്തോന്ന് കാണുന്നുണ്ട്. അതൊരു പാറക്കെട്ടാണ്. അതിൻ്റെ അടിയിൽ ഇവിടെ നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ആവുന്നത്. അതുമായി മറ്റേ ഡെഡ് പോലെ കണ്ടിട്ട്. അവിടെ മേളിൽ വീട് കാണുന്നുണ്ട്.
അങ്ങനെ ആ വഴി കയറാനുള്ള എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. വെറുതെ ഒന്നും വെക്കത്തില്ലല്ലോ. ലല്ലല്ലല്ലല്ലല്ലോ ലല്ലല്ലോ. കയറി 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 ഇല്ല, കയറാനില്ല. കുറച്ചധികം ദൂരം ഉണ്ടടേ. ഇപ്പം ഞാൻ എങ്ങനെ തീർക്കുന്നുള്ളത് എനിക്കും പോലും അറിയത്തില്ല. എൻ്റെ ഈ പാറിൻ്റെ മുകളിൽ പോയിട്ടുണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ പോയിൻ്റൊക്കെ എടുത്തൊക്കെ ഉണ്ട്. ആവശ്യമുണ്ടോ അനാവശ്യമാണോ എന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ മേലെ വണ്ടിയില്ല വെറുതെ. ഓക്കെ, നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോയേക്കാം. സോ അവിടെ ആയിരിക്കണം. ഓക്കെ, ഇവിടെ സ്റ്റോറുണ്ട്. My dad was super supportive with my college plans. To a point. Things were okay until this terrible accident happened. I guess a forklift flipped over due to a bad axle, and it crushed one of the workers there. My dad didn't eat for days, even though he wasn't directly involved. It devastated him. Not only did it hurt the business, but it just freaked him out. He would talk in his sleep, muttering things about firing people and saying sorry. One fateful day he approached me, said that since my school search wasn't going well, I should finally be a man and take over the family business. He said one day he was going to die, and that all of his work, sacrifice, and even that man's life would be wasted in vain. I just lost it. Teenage me just exploded at the thought. I screwed up. I said things I shouldn't have. He was having a crisis, and I pretty much spit in his face. വീടല്ലത്, അത് വരമ്പില്ലാടെ അടുത്തൊരു പരിപാടിയാണ്. താഴത്താണ് വീടുള്ളത്. എൻ്റെ ഇവിടെ നിന്നുള്ളതും കാണുന്നുണ്ടോ? മാക്സിമം ഒരു പോയിന്റ് എടുക്കുന്നുണ്ട്. താഴത്താണ് നമ്മളെ വീട് എന്ന് കാണുന്നത്. സോ നമ്മളെ ചുറ്റിക്കറങ്ങി നോക്കട്ടെ, വല്ല എവിടെയെങ്കിലൊക്കെ കിട്ടുമോ നോക്കേണ്ടി വരും. സോ നമ്മളാ വീടിൻ്റെ മേലോട്ടൊക്കെ ഒന്ന് കയറിയായിരുന്നു. മണ്ടേ കയറിയിട്ടൊന്നും എനിക്ക് അവിടുന്നൊരു ടാങ്ക് കിട്ടിയിട്ടില്ല. ചുമ്മാ കയറി ഇറങ്ങിയുണ്ടാവും. ഹോസ്പിറ്റലത്തെ കാര്യങ്ങളൊക്കെയാണ്. ഉച്ചക്ക് ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഏത് വഴിയാണ് പോകേണ്ടത്, ഏത് വഴി എന്നൊന്നോ എഴുതിയത്. ഈ വെള്ളത്തിൽ കൂടെ പോകണം കണ്ടിട്ടാ. എവിടെ വെള്ളമൊക്കെ കണ്ട് വെച്ചു. എനിക്കൊന്ന് ഇതാണെന്നാണ് ഒരു വിശ്വാസം. ഇതാണോ? ഇതെല്ലാം അല്ലേ? ആണോ അല്ലേ? ഒരു വിശ്വാസത്തിന് പുറത്തങ്ങനെ കയറി പോകുന്നു. ലാസ്റ്റ് നടത്തുമ്പോൾ എല്ലാവരും പറയുമോ എന്താ ഇതൊന്നും അല്ലട്ടാ, ഞാനങ്ങ് കയറി പോകുന്നു. എന്തിരുടെ ഞാൻ പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ തപ്പിപ്പിടിക്കണ്ട. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇതിന് നല്ലൊരു വ്യത്യസ്തമായൊരു മല കണ്ടു. ഒരു മഞ്ഞ ആണ് അതിൻ്റെ ഒരു ഇതളുടെ കളർ. വ്യത്യസ്തമായി കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത് അവിടെ ആയിരിക്കണം. പക്ഷെ എങ്ങനെ അങ്ങോട്ട് കിടക്കും എന്നുള്ളതാണ്. കണ്ട ആ മര. ഓ കിട്ടിയടേ. Was that the last time you talked to him? No, I called on holidays, and he would call on my birthday. I guess we acted like nothing ever happened. Which was stupid. Didn't want to ask about his lumberyard, and I'm sure he didn't want to ask about my job search. I never went back and visited. I think the last conversation we had was about what movies we had seen and what exactly a best boy is in the credits. I thought he would be here so much longer. Then ആയിരിക്കണം ഗൈസ്, then ആവണം.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കൊരു ഗെയിം. അമ്പോ എടാ കഴിഞ്ഞ വർഷം നമ്മൾ വന്നു കട്സീൻ ഉണ്ടോ? ഓക്കെ, എന്തോ കട്സീൻ വരാൻ തോന്നുന്നുണ്ട്. In the distance, the first tree illuminated the wasteland. നമ്മുടെ She couldn't go home anymore. She did the only thing she was capable of. Moving forward. അമ്പോ My dad died alone in the അങ്ങോട്ട് middle of the പോയത്. wilderness. I should have been talking to him more. I should have done a lot of things differently. If the first tree on earth brought life with it, if it taught the birds to sing and fly and showed saplings how to grow, what could it do for us? ഇത് എന്താണോ? ഡൗട്ട്. ഈ മ്യൂസിക്കും ഈ വെളിച്ചും ഈ മര കണ്ടിട്ട് എനിക്കൊന്നും എന്താ തോന്നുന്നുണ്ട്. ഓ പെട്ടെന്ന് എൻ്റെ അതിന് തോന്നുന്നു എൻ്റെ ആള് അല്ലേ. അയ്യാ ഇതൊക്കെ കണ്ട വോൾഫ് സാഡായോണ്ട് എടാ എൻ്റെ ആടാ കപ്പമാണ് ആ മ്യൂസിക്കും നടത്തും ഇതൊക്കെ അരിപ്പിക്കുവോ? There was a letter I received yesterday. അപ്പോൾ ഈ ചെങ്ങ പറഞ്ഞ A അർത്ഥം name I തിരിയുന്ന didn't അവസ്ഥ recognize, with a quote I can't stop thinking about. Death is not the opposite of life, but a part of it. More and more, I'm realizing one important truth. Each of us have our own journey to the first tree. But sometimes I'm not sure I'm ready to take that first step. ഫസ്റ്റ് ട്രീ. You already have my love. ട്രീയിലെത്തുമ്പോ ഇതുണ്ടാവും. അവിടെ ഫ്രീ ആണ്. പിന്നെ ഏതാണ് കിടക്കണ്ടേ? അത് പറഞ്ഞതാ. ഇവിടെ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിങ്ങനെ പോകുന്നുണ്ട്. ഇത് ഭയങ്കര സ്ലോയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം അത്രയും നല്ല കയറിക്കലാണ് അങ്ങനെ ഒരു എനിക്കറിയില്ല. ഇവിടെ കൊണ്ട് ഇതന്നെയാണോന്ന് അറിഞ്ഞിട്ടാ ഞാൻ ചുമ്മാ വെച്ച് പിടിക്കുക. എന്റെ മലക്ക് വരണമെങ്കിൽ ബട്ടൺ സാധ്യത പാമ്പിന്റെ പോലെ ഉണ്ട്. വേറൊന്നല്ലേ നമ്മൾ കഷ്ടപ്പെട്ട എന്തായോ? ഇത് ഫസ്റ്റ് ട്രീ പറയാണ്
എനിക്കൊന്നും അറിയത്തില്ല. അതും പോവാൻ പോണേ ഓൾഫും പോയി. I guess her journey was over. But I have no idea. It was only a dream. A distraction from tomorrow. I don't think dreams normally bring back to memory so many important feelings. Maybe it was just a dream, but it was also a gift. Yeah, I suppose. But tomorrow we're getting on a plane to the last place on Earth I want to be. The only person that would have made the trip worth it is gone. You're going to see him and be with him one last time before you say goodbye. I have one last quote for you by Emerson, sealed in an imaginary letter from me to you. It is the secret of the world that all things subsist and do not die, but only retire a little from sight and afterward return again. Go to sleep, my love. We have a big day tomorrow, but I'll be there with you every step of the way. Thank you. Thanks for listening. Good night, Rachel. Good night, Joseph. സോ ഗെയിം അടച്ച് എന്തായെന്ന് വിചാരിക്കുന്നു. വിചാരിക്കുന്നു എന്തായോ ഇല്ലേ, എന്തായിട്ടുണ്ടാവാം. ലോഡിങ് ആണ്. അല്ലെങ്കിൽ അടുത്ത സ്ഥലം, അല്ലെങ്കിൽ എന്തായാലും ഹോം സ്ക്രീൻ എന്തോ ഒന്ന്. എന്താണ് എന്താണ് ഇത് മെനില്ല ബാക്ക് സ്ക്രീനിലെ എടാ 6 months later. അയ്യോ സ്റ്റോറി ഡേ 6 മാസത്തിന് ശേഷം. കഥ തീരുന്നുണ്ട്. നമ്മൾ മനുഷ്യനായ ആകുമ്പോൾ പുറത്ത് നോക്കി ഗ്രാഫിക്സ് ആകുമ്പോ ഓല്ലോ അതൊക്കെ നോക്കി വൈബ് 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 ഇവിടെ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട്. ആൻഡ് നമുക്കിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത് ഓക്കെ. ഞാൻ ചെറിയ പ്രശ്നം ഞാൻ പോകേണ്ട ക്ലിയർ അത് എനിക്ക് മഴയൊക്കെ കാണപ്പെടുന്നുണ്ട്. എന്തിന് കോള വാതിലടക്കാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഈ വാതിൽ ഓപ്പൺ ആക്കാൻ കഴിയുമോ? ഓ അമ്പോ ഏതാ ഏതാ വിചാരിച്ച മതിയൊന്നുമില്ല. ഗെയിമുണ്ട്. ഓപ്പണാവണ്ടേ? ഓപ്പണാവണ്ടോ? ഓപ്പണായോ? വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റത്തില്ല. ശരി, അത് ശരി. അപ്പോൾ നമ്മൾ പുറത്തുനിന്നില്ല. എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആ വീട് മൊത്തം നോക്കിയിട്ട് നമുക്ക് പോകാം. വീട് നമുക്ക് പറ്റും നോക്കണ്ടേ? കജ്ജും കാലൊന്നും ഇല്ലാതെ പ്രശ്നമൊന്നുമില്ല. വേസ്റ്റ് ഇവിടെ ഉള്ളത് തേങ്ങ ഇല്ല എന്നാണ് പറഞ്ഞത്. ഡെലിവറി വണ്ടി കുഞ്ഞി ചാടി കയറാനുള്ള ഓപ്ഷൻ നമുക്ക് മുന്നോട്ട് നടക്കാം. ഇത് വലിയ എപ്പിസോഡാട്ടോ. അമ്പോ ട്വിസ്റ്റ്, ഒരു ട്വിസ്റ്റ്. ഇത് ഞാൻ നേരെ വെച്ച് പിടിക്കുകയാണ്. എനിക്കിത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ വീഡിയോൻ്റെ അടുത്ത് കൂടും. എൻ്റെ കോണിക്ക് അവിടെ വഴി കണ്ടിട്ടുണ്ട്. അവിടെ എന്തോ കാണിക്കണേ?
അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട്. ഇത് ഓപ്പൺ ആവും. ഓപ്പൺ ആവില്ലേ? പോകാൻ കഴിയത്തില്ല. പോകാൻ കഴിയണല്ലോ. എന്തുകൊണ്ട് പോകാൻ കഴിയില്ല? ഞാൻ സ്ക്രീമർ തടലാണോ? ഇല്ലടേ, അപ്പോൾ നമ്മളിനി മണിക്കൊന്നും കയറി വെക്കേണ്ടി വരും. അവിടെ എന്തോ ഒരു പോയിന്റ് കാണിക്കുന്നുണ്ട്, അങ്ങോട്ട് പോയേക്കാം. വെയിറ്റാക്കി ഇത് കണ്ടൊരു വയ്യ ഉണ്ടായിരുന്നോ? അത് വയ്യാണോ ഈ കാണുന്നത്? ഇതാണെങ്കിൽ ഫ്രെയിം ഡ്രോപ്പ്. അമ്മോ, ഏതാ പുറത്തോ? സത്യം പറഞ്ഞത് ഗെയിം എൻഡായോ? എനിക്കറിയത്തില്ല. ഗെയിം എൻഡായി തോന്നുന്നുണ്ട്. ഗെയിം എൻഡായില്ലേ, അതാണ് കാര്യം. അല്ലാതെ വേറൊന്നും ഇല്ല. ഇനി വേണേൽ നമുക്ക് ചുറ്റി കറങ്ങി നടക്കാം ഇവിടെ തന്നെ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കാണ്ടോ, വീടിൻ്റെ അകത്തുനിന്ന് കയറിയൊക്കെ ഒന്നുകൂടി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാലോ. ഓ അത് ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടല്ലോ. വണ്ടി ആരോടൊന്നും ഇതിനകത്ത് പോലെ അല്ലാത്ത സൗണ്ട് കേൾക്കുന്നു. ഇപ്പോൾ ഡോറില്ല, ബാത്റൂമാണ്. ഇല്ല, ഇത് കോളിങ് വർക്കാകത്തില്ല. നമ്മൾ പരിപാടി എന്താണെന്ന് മാത്രം മനസ്സിലാക്കി. ഇത് ഇവിടെ എന്തായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ഇവിടെ ഒരു വയ്യ കാണുന്നുണ്ട്. ഇത് വയ്യാണോ ചുമ്മാ അങ്ങോട്ടച്ചതാണ്. പാറകല്ലുകൾ. ഇതിങ്ങനെ എത്ര ദൂരം വരെ പോകേണ്ടത്? എങ്ങനെ താഴോട്ട് പോകും? ഉള്ള എക്സ്പ്ലോർ ചെയ്യാനാട്ടാ. ആരാത്? എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറെ നോക്കി കാണാൻ കുറെ ഉണ്ട്. അതാണ് കാര്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ 8 എപ്പിസോഡുകൊണ്ട് ഇത് മൊത്തം തീർക്കാൻ പോകണേണ്. എന്താ സൗണ്ട്? ഓ, നമ്മൾ ഇങ്ങോട്ടാണ് വരേണ്ടത്. അതാണ് പോലെ ഇതെങ്ങോട്ടാണ് നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്നത്? ഒരു ഐഡിയ ഇല്ല. നമ്മളതിൽ വെയിറ്റിൽ വെച്ച് പിടിക്കണ്ടേ. നിക്കടേ, മ്യൂസിക് ഒന്നടാ, തിരിഞ്ഞടാ. ഓ, പകലായി. നമ്മൾ പോവുള്ളത് അങ്ങോട്ടാ തോന്നുന്നത്. നേരെ അമ്മോ, ഉള്ളൂ. നല്ല രീതിയിൽ എത്തണ്ടാവല്ലോ.
പിടിക്കുകയാണ്. നമ്മൾ ഈ ഫോക്സിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒരു ആനിമൽ മൊയിൽ മാത്രം. മൊയിൽ പിന്നെ നായ്ക്കൂടെ പിന്നെ എന്താണോ കാക്കയാണ് എന്തോ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഫോക്സ് ചത്തെടുക്കണം, ഫോക്സ് ബേബി ചത്തെടുക്കണം, അവിടെ നമ്മൾ നേരെ പോണ വള്ളത്തോട്ടാണോ? ഇവിടെ പോയി ഒരു വണ്ടിയാണല്ലേ പാർക്കാണ്. ഒന്ന് മക്കളുടെ വെച്ച് പിടിക്കുകയാണ്. മഴ 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 എസ്തബക്സ് കൊള്ളാം, നൈസർ ചെയ്യുന്നുണ്ട്. ഗെയിം കയറ്റിയാൽ മുതലാകും അത്രേ ഉള്ളൂ. ഇങ്ങോട്ടാ കൊണ്ടുവന്നല്ല, പക്ഷെ സംഗതി ഗെയിമിന് അത്ര ഇഷ്ടപ്പെട്ട്. പുതിയ പാട്ടാണ്, ഇതൊരു മ്യൂസിക്കാണ്. ഇപ്പൊ സോങ് ഉണ്ട്. ഒപ്പം ബെസ്റ്റ് ബിറ്റുണ്ട്. എങ്ങോട്ടാ പോണെന്ന് അറിയില്ല, നോ ഐഡിയ. കൂട്ടിട്ട് കേട്ടെത്തിയടേ, എടുത്തിട്ട് കേൾക്കണ്ട. എപ്പോഴും പറഞ്ഞ ഒപ്പം പിടിച്ച് എത്തുമോ? ഫ്രെയിം ഡ്രോപ്പ്. അയ്യോ, 3 ഫ്രെയിം ഡ്രോപ്പ്. ട്രീയെത്തി നമ്മൾ കഴിഞ്ഞു. What is this? അവിടെ കണ്ട മരം. ഓ, ആ വലിയ മരത്തിൻ്റെ ഇതൊക്കെ വെട്ടി. This place can be a if you അപ്പോൾ ഫോക്സും കുട്ടികളും അത് നമ്മൾ 3 കുട്ടികൾ കണ്ടില്ല. അപ്പുറത്ത് ഡെഡായി കിടന്ന മോട്ടി കണ്ടു. അവരാ പോകും. The first tree and the first tree ജാതി. സോ കളിക്കാത്തവരൊക്കെ ഫസ്റ്റ് കളിക്കുക, അതിൻ്റെ സ്റ്റോറി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മ്യൂസിക് ബൈ ജോഷ് സോ ഗൈസ്, ഈ ഒരു ഗെയിം ഇവിടെ എന്തായി എന്നാണ് പറഞ്ഞു വരുന്നത്. ജാതി ഗെയിം 2020 സോ അടിപൊളി ഗെയിം നമ്മൾ കളിച്ചതിൽ. സ്റ്റോറി മോഡ് സ്കൈ ആണ് കളിച്ചിരുന്നത്, അത് ഫില്ല് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ആയിട്ട് ഒരു ഗെയിം ഫില്ലാക്കുന്നത്. ഇത് ഫസ്റ്റ് ട്രീ കളിച്ചു, ഇഷ്ടപ്പെട്ടു. ഏതാ സോ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മളെന്തായാലും ഈ ഒരു ഗെയിം വിളിച്ച് വൈൻഡപ്പ് ചെയ്തു. ആൻഡ് ഇത്രയുള്ളൂ.
ആൻഡ് അടുത്ത നല്ലൊരു സ്റ്റോറി മോഡൽ അഡ്വഞ്ചർ ഗെയിമായിട്ട് വരാം. ഞാൻ കുറച്ച് 2 ഗെയിം അഡ്വഞ്ചർ ഗെയിംസ് നോക്കിച്ചിട്ടുണ്ട്, അതും കൊണ്ടുവരാം. താല്പര്യമുള്ളവർക്ക് അത് ഈ വീഡിയോ പിന്നെ ഇഷ്ടമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളാം, ബെല്ലൈക്കൺ നോളി. അപ്പം നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് നല്ല അടിപൊളി ഗെയിം എടുക്കാം. ദിസ് ഈസ് ആർട്ടിക്സ് സൈനിങ് ഓഫ്. ബൈ ബൈ. പേര് മാറ്റി വന്നു.